മക്കളെ, ഇന്ന് നമുക്ക് ഒരു മനോഹരമായ കവിത പഠിക്കാം. പിള്ള എന്നാണ് കവിതയുടെ പേര്. സഫ്ദർ ഹാഷിമിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. എന്താണ് കവിതയുടെ പേര്? പിള്ള. പിള്ള എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി എന്നാണ് അർത്ഥം. നീതുവിനെ നമ്മൾ പഠിച്ചതാണല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നീതുവിനെ പഠിച്ചതാണ്. നീതുവിന് ഒരു പട്ടിക്കുട്ടിയെ കിട്ടിയ കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പം അതിൻ്റെ കവിതയാണ് ഇനി നോക്കാൻ പോകുന്നത്. നീതു കാ ധ പിള്ള ഏക്. ഏക് പറഞ്ഞ ഒന്ന്, പിള്ള പട്ടിക്കുട്ടി. നീതു കാഥ പറഞ്ഞ നീതുവിന് ഉണ്ടായിരുന്നു. ഒന്നിച്ചർത്ഥം പറയാം. നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. നീതു കാഥ പിള്ള ഏക് പറഞ്ഞ നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ബദൻ പേ ഉസ്കെ രുയേം അനേക്. ബദൻ പേ ഉസ്കെ രുയേം അനേക്. ബദൻ പറഞ്ഞ ശരീരം. ബദൻ പർ എന്നാണ് അർത്ഥം, ശരീരത്തിൽ. ഉസ്കെ, ഉസ്കെ പറഞ്ഞ അവൻ്റെ ശരീരത്തിൽ. രുയേം രോമങ്ങൾ. അനേക് അനേകം, ധാരാളം, ധാരാളം രോമങ്ങൾ. അപ്പം എന്താണ്? അവൻ്റെ ശരീരത്തിൽ ധാരാളം രോമങ്ങൾ ഉണ്ടായിരുന്നു. നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ടായിരുന്നു. ചോട്ടി ടാങ്കെ ലെമ്പി പൂഞ്ച്. ചോട്ടി പറഞ്ഞ ചെറിയ, ടാങ്കെ പറഞ്ഞ കാലുകൾ, ലെമ്പി നീണ്ട നീളമുള്ള, പൂഞ്ച് വാല്. ചോട്ടി ടാങ്കേം ലെമ്പി പൂഞ്ച് നീളമുള്ള, ചോട്ടി ചെറിയ, ടാങ്കേ കാലുകൾ ചെറിയ കാലുകൾ, ലെമ്പി നീളമുള്ള വാല്. പട്ടിക്കുട്ടിക്ക് എങ്ങനെയാണ്? ചെറിയ കാലുകളും നീണ്ട വാലുമാണുള്ളത്. ലെമ്പി പൂഞ്ച്, പൂഞ്ച് പറഞ്ഞ വാല്, നീണ്ട വാലും ചെറിയ കാലുകളുമാണ് ഉള്ളത്. ബൂരി ദാടി കാലി മൂഞ്ച്. ഒന്നുകൂടെ വായിക്കുക. ബൂരി. ബൂരി എന്ന് ഇവിടെ പറഞ്ഞൊരു നിറമാണ് കേട്ടോ. ബൂരി പറഞ്ഞാൽ ബൂരി, ബൂരി തവിട്ട് നിറത്തിനെയാണ് ബൂരി എന്ന് പറയാം. ബൂരി ദാടി, ദാടി പറഞ്ഞ താടി, തവിട്ട് നിറത്തിലുള്ള താടി. കാലി കറുത്ത, കറുത്ത നിറം. നിങ്ങൾക്ക് എക്സാമിന് ഇത് തന്നിട്ട് ചോദിക്കും, ഇതിൽ നിറങ്ങൾ പറയുന്നുണ്ട്, ആ നിറങ്ങൾ ഏതാണ് എന്ന് ചോദിക്കും. അപ്പം ഏത് രണ്ട് നിറങ്ങളാണിത് പറയണത്? ബൂരി എന്ന് പറയുന്നുണ്ട്, കാലി എന്നും പറയുന്നുണ്ട്. രണ്ട് നിറങ്ങൾ ഈ കവിതയിൽ പറയുന്നുണ്ട്. ഒന്ന് ബൂരി, ഒന്ന് കാലി. കാലി പറഞ്ഞാൽ കറുത്ത, കറുത്ത നിറം. ബൂരി പറഞ്ഞാൽ തവിട്ട് നിറം. തവിട്ട് നിറത്തിലും കറുത്ത നിറത്തിലും. ബൂരി ദാടി, തവിട്ട് നിറത്തിലുള്ള താടിയും കറുത്ത നിറത്തിലുള്ള മൂഞ്ച്. മൂഞ്ച് പറഞ്ഞാൽ മീശ, മീശ. കറുത്ത നിറത്തിലുള്ള മീശയുമാണ് ആ പട്ടിക്കുട്ടിക്ക് ഉള്ളത്. മക്കി സേ വഹിലെടുത്താതാ. മക്കി പറഞ്ഞ ഈച്ച. മക്കി എന്താണ്? ഈച്ച. മക്കി സേ ഈച്ചയോട്, ഈച്ചയുമായിട്ട്, ഈച്ചയുമായി അല്ലെങ്കിൽ ഈച്ചയോട്. മക്കീസെ ഈച്ചയോട്. വഹ് അവൻ, ലെടുത്താത പോരടിക്കുമായിരുന്നു. ഈച്ചയോട് അവൻ എന്ത് ചെയ്യുമായിരുന്നു? പോരടിക്കുമായിരുന്നു, യുദ്ധം ചെയ്യുമായിരുന്നു. ഗഡേ ഗഡേ ഗിർ പടുത്താതാ. ഗഡ പറഞ്ഞ നിൽക്കുക, നിൽക്കുമ്പോൾ അവൻ താഴെ വീഴുമായിരുന്നു. ഗഡേ ഗഡേ നിൽക്കുമ്പോൾ, ഗിർ പടുത്താതാ. ഗിർ എന്ന് പറഞ്ഞാൽ വീഴുക. നിൽക്കുമ്പോൾ എന്താകുമായിരുന്നു? താഴെ വീഴുമായിരുന്നു. നിൽക്കുമ്പോൾ താഴെ വീഴുമായിരുന്നു. ഒന്നുകൂടെ പറയാ. നീതു കാഥ പിള്ള ഏക്. ബദൻ പേ ഉസ്കെ രുയേം അനേക്. നീതുവിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ശരീരം നിറയെ രോമങ്ങളുണ്ടായിരുന്നു. ചെറിയ കാലുകളും നീണ്ട വാലുമുള്ള പട്ടിക്കുട്ടിയാണ് അതിലെ. ചെറിയ കാലുകളും നീണ്ട വാലുമാണ് അതിനുണ്ടായിരുന്നത്. ബൂരി ദാടി, തവിട്ട് നിറത്തിലുള്ള താടിയും കറുത്ത മീശയും. ഈച്ചയുമായിട്ടത് പോരാടുമായിരുന്നു. ഗഡേ ഗഡേ ഗിർ പടുത്താതാ. നിൽക്കുമ്പോൾ അവൻ താഴെ വീഴുമായിരുന്നു. നിൽക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുമായിരുന്നു? താഴെ വീഴുമായിരുന്നു. ചെറിയ കുഞ്ഞി പട്ടിക്കുട്ടിയാണല്ലേ, എന്നിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? താഴേക്ക് തന്നെ വീണു പോകുമായിരുന്നു. വളരെ മനോഹരമായൊരു ചെറിയ കവിതയാണ്. എല്ലാവരും വായിച്ച് പഠിക്കുക.
അർത്ഥങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ആൻസർ എഴുതേണ്ടി വരിക. അതുകൊണ്ട് കവിത ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം. കണ്ടോ പട്ടിക്കുട്ടി? കുഞ്ഞി പട്ടിക്കുട്ടിയാണ്. അതിൻ്റെ ശരീരം നിറയെ രോമങ്ങളും ചെറിയ കാലുകളും. കണ്ടോ എന്തൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞത്? അതൊക്കെ ഇതിൽ കാണാണ്ട്. കറുത്ത മീശ, ചെറിയ കാല്, നീണ്ട വാല്, ചെറിയ കുഞ്ഞി പട്ടിക്കുട്ടി, താടി അല്ലേ? അപ്പോൾ മനോഹരമായ പട്ടിക്കുട്ടിയുടെ കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.